2020 എൻ ഡി എയിലേക്ക് വന്നു. ഉവ്വ്. എന്താണ് സാർ അഭിപ്രായം? ഇന്ത്യക്ക് നല്ലതാണ്. ഒരു ഗംഭീരമായ പുതിയ രാഷ്ട്രീയ വാർത്തയായിരുന്നു. അതെ, കേരളം ഒന്നും ഞെട്ടിയെന്ന് പറയാം. കാരണം 2020 എൻ ഡി എ പോകുന്നു പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പലരും കരുതിയിരുന്നത് 2020 യു ഡി എഫിൻ്റെ ഭാഗമാകുന്നായിരുന്നു. പല യു ഡി എഫ് നേതാക്കന്മാരും ഇൻക്ലൂഡിങ് സതീശൻ അങ്ങനെ കരുതിയിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല 2020യുടെ നേതാവ് സ്ഥാപകനായിട്ടുള്ള സാബു ജേക്കബ്, അദ്ദേഹം കഴിഞ്ഞ ഒരു മാസം മുമ്പ് നടത്തിയ പ്രസ്താവന വരെ ബി ജെ പി വിരുദ്ധമായിരുന്നു. ബി ജെ പിയോട് തൊട്ടുകൂടായ്മ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിലപാടിലാണ് അദ്ദേഹം നിന്നത്. ഏതെങ്കിലും വിധത്തിൽ സഖ്യം ബി ജെ പി ആയിട്ടുണ്ടാവും എന്നുള്ളതിൻ്റെ യാതൊരുവിധ സൂചനയും അദ്ദേഹം കൊടുത്തിട്ടില്ല. ബി ജെ പി അങ്ങോട്ട് ശത്രുപക്ഷത്താണെന്നുള്ള മട്ടിൽ. എന്നാൽ അവർ തമ്മിൽ സഖ്യം വന്നേക്കും എന്നൊക്കെ അപൂർവം ചില മേ ബി ചില യൂട്യൂബ് വീഡിയോസിലൊക്കെ ചില വാർത്തകൾ പോലെ വന്നിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ സംഭവം അതിനെ നിരാകരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. എന്നാൽ വളരെ നാടകീയമായിട്ട് 2 ദിവസം മുമ്പ് 22-ാം തീയതി തിരുവനന്തപുരത്തൊരു പത്രസമ്മേളനം നടന്നു. പത്രസമ്മേളനത്തിൽ പിന്നെ രാജീവ് ചന്ദ്രശേഖറും സാബു ജേക്കബും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടു. ഇതൊരു കേരളീയരെ സംബന്ധിച്ച് ആശ്ചര്യമാണ്. പക്ഷേ വലിയ ആശ്ചര്യത്തിന് 2 തരം ആശ്ചര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, രാഷ്ട്രീയത്തിൽ ഒരുമിക്കില്ല എന്ന് കരുതിയിൽ ഒരുമിച്ചു എന്നുള്ളത് ഒരാശ്ചര്യമാണ്. വേറൊരർത്ഥത്തിൽ ആശ്ചര്യമല്ല. കാരണം ഇതിൻ്റെ രണ്ടിനും നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ അവരവരുടെ ജീവിതത്തിലും ബിസിനസ്സിലും രാഷ്ട്രീയത്തിലും മൂന്നിലും ഒരുപോലെ കഴിവ് തെളിയിച്ച വ്യക്തികളാണ്. 2 വ്യത്യസ്ത തരത്തിലാണെന്നേ ഉള്ളൂ. സാബു ജേക്കബ് എന്ന് പറയുന്നത് ഒരു കിഴക്കമ്പലം ആ മേഖലയിലെ ഒരു വലിയ വ്യവസായിയാണ്. അവിടെ എത്രയധികം ആയിരക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ കീഴിൽ പണിയെടുക്കുന്നു. നിരവധി കുടുംബങ്ങൾ അവിടെ ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ട്സ് ആണെങ്കിലോ ഇന്ത്യ മുഴുവൻ വിൽക്കുന്നുണ്ട്, വിദേശത്തേക്കും പോകുന്നുണ്ട്. അമേരിക്കയിലേക്ക് നല്ല മാർക്കറ്റുള്ള ഒരു കമ്പനിയാണ് അദ്ദേഹത്തിൻ്റെ കിറ്റക്സ് കമ്പനി. അപ്പം ഈയിടെ ഞാൻ കിറ്റക്സിൻ്റെ ഒരു ഔട്ട്ലെറ്റിൽ പോയിരുന്നു. അപ്പോൾ അവരോട് ഇങ്ങനെ ചോദിച്ചു, എങ്ങനെയാണ് അമേരിക്കയിലേക്ക് ഇപ്പോഴും നിങ്ങളുടെ സാധനങ്ങൾ അയക്കണ്ടോ, ട്രംപിൻ്റെ താരിഫൊക്കെ കാരണം. ഒന്നും നിന്നിട്ടില്ല, ഇപ്പോഴും പോകുന്നുണ്ട്. കാരണം അവരുടെ ഒരു കമ്പനി ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് എക്സ്പോർട്ടിന് വേണ്ടി തന്നെ ഉള്ളതാണ്. അതിപ്പോഴും മുടങ്ങിയിട്ടില്ല. അപ്പോൾ ബിസിനസ് എന്താണെന്ന് നന്നായിട്ട് അറിയാവുന്ന, കേരളത്തിൽ ബിസിനസ്സിൻ്റെ പ്രശ്നം വന്നപ്പോൾ തെലങ്കാനയിൽ പോയി തുടങ്ങി. കിറ്റക്സിൻ്റെ ഷെയറുകളുടെ മൂല്യമൊക്കെ നന്നായിട്ട് കൂടുന്നു നമ്മൾ കണ്ടു. അവർ വലിയൊരു തെലങ്കാന ഗവൺമെൻറ് സഹായത്തോടുകൂടി ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിൽ വളരെ വലിയ ബിസിനസ് സാമ്രാജ്യം അവിടെ അവർ പടുത്തുയർത്തുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാർക്ക് അവിടെയും തൊഴിൽ കൊടുക്കുന്നു. അപ്പോൾ ഇത് സാബു ജേക്കബിനെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഈസ് എ ബോൺ ബിസിനസ് മാൻ. അദ്ദേഹത്തിന് പാരമ്പര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ രാജീവ് ചന്ദ്രശേഖർ ഒരു ബിസിനസ് പാരമ്പര്യമുള്ള വ്യക്തി നേരിട്ടെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു സൈനികനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം അച്ഛൻ്റെ സ്ഥലം മാറ്റങ്ങൾക്കൊപ്പം പല പല സ്കൂളിലായിരുന്നു, കേന്ദ്രീയ വിദ്യാലയത്തിൽ, അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷേ അദ്ദേഹം സ്വന്തം നിലയ്ക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ചിപ്പുകൾ, സെമി കണ്ടക്ടർ, അത് ഡെവലപ്പ് ചെയ്ത് പണ്ടത്തെ വലിയ സൈസുള്ള സംഭവത്തിൽ നിന്ന് ചെറുതാക്കാൻ, ലാപ്ടോപ്പിലൊക്കെ സൈസ് കുറയാൻ പാകത്തിനുള്ള ഇൻവെൻഷൻസൊക്കെ നടത്തി ഇൻ്റൽ ഇന്ത്യയുടെ ഡയറക്ടറായിട്ടിരുന്ന ആളാണ്. ഇൻ്റൽ ചിപ്പുകളുടെ ഡിസൈനിൽ അദ്ദേഹം വളരെ പ്രാഥമികമായിട്ടുള്ള പങ്ക് വഹിച്ചു. അദ്ദേഹം അടങ്ങുന്ന 5 പേരാണ് ആ ഒരു വിപ്ലവത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. അപ്പോൾ വിനോദ് ധാം എന്ന് പറയുന്ന ആൾ നേതൃത്വം കൊടുത്ത ഒരു ഗ്രൂപ്പാണത്, ഒരു ഇന്ത്യക്കാരൻ തന്നെ. അമേരിക്കയിൽ അവർ ഉണ്ടാക്കിയ ആ വിപ്ലവം എന്ന് പറയുന്നത് ലോകം മുഴുവൻ വ്യാപിക്കുകയും ആ ഇൻ്റൽ കമ്പനിയുടെ ഇന്ത്യ വിഭാഗത്തിൻ്റെ തലവനായിട്ട് അദ്ദേഹം ഇരിക്കുകയും ചെയ്തു. ഇതിന് ശേഷമാണ് ഇന്ത്യയിൽ മൊബൈൽ വിപ്ലവത്തിലേക്ക് അദ്ദേഹം ഇറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മായച്ചൻ ആയിരുന്ന നമ്പ്യാർ സാറ് BPL കമ്പനിയുടെ സൃഷ്ടാവ്. അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവാണല്ലോ രാജീവ് ചന്ദ്രശേഖർ. അപ്പം സ്വാഭാവികമായിട്ടും മകളെയും മരുമോനും സ്വത്ത് വീതം വെച്ചിട്ടാവാം അല്ലാതാവാം ഒരു സാമ്പത്തിക സഹായം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു വലിയൊരു കമ്പനി അവിടെ ഉണ്ടാക്കി. പലരും കരുതിയേക്കണത് BPL കമ്പനി രാജീവ് ചന്ദ്രശേഖർ കാരണം ഇല്ലാണ്ടായിപ്പോയെന്നാണ്. ഒരിക്കലുമല്ല, BPL കമ്പനി ഇപ്പോഴും ഉണ്ട്. അത് നമ്പ്യാർ സാറിൻ്റെ മകൻ്റെ കയ്യിൽ ആ കമ്പനിയുണ്ട്. പഴയ മാതൃ കമ്പനി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട്, അതെങ്കിലും വിറ്റുപോയിട്ടൊന്നുമില്ല. അതേസമയം BPL മൊബൈൽ എന്ന് പറയുന്നത് പുതിയൊരു ബ്രാൻഡായിരുന്നു. അതൊരു പുതിയൊരു കമ്പനിയാണ്. പുതിയൊരു കമ്പനി സൃഷ്ടിച്ച് ആ കമ്പനിയെ $100 കോടി ലാഭത്തിലെത്തിച്ച് പിന്നെ ആ ഘട്ടത്തിൽ ഇന്ത്യൻ ടെലികോം മേഖലയിലേക്ക് അധികാരക്കളികളും കൈക്കൂലിയും കടന്നു വന്നപ്പം ആ കളിക്കുന്ന ഞാനില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് ഡിസ്പോസ് ചെയ്ത് അതിലെ വരുമാനത്തെ പിന്നെ എത്രയോ ഇരട്ടി വരുമാനമുള്ള വലിയ ബിസിനസ്സുകളാക്കി. ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ സംരംഭങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് അന്നത്തെ BPLൻ്റെയൊക്കെ വരുമാനം എന്താണോ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയിലെത്തിച്ചു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു ബിസിനസ്സുകാരനാണ്.
പലരും വിചാരിക്കുന്ന BPL കമ്പനി അദ്ദേഹം ഇല്ലാണ്ടാക്കിയിട്ടോ കൊന്നിട്ടോ ഒന്നുമില്ല. അമ്മായച്ചൻ്റെ സ്വത്തൊക്കെ ഇല്ലാണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. നേരെ തിരിച്ചാണ്. BPL കമ്പനി സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ രാജീവ് സാറിൻ്റെ അളിയൻ അല്ലെങ്കിൽ നമ്പ്യാർ സാറിൻ്റെ മകൻ വേണം വിചാരിക്കാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അവിടെ ആ കമ്പനി ഉണ്ടെന്ന് തന്നെ ആണ് ബാംഗ്ലൂരൊക്കെ ചെലവും മനസ്സിലായത്. അതേസമയം BPL മൊബൈൽ എന്ന് പറഞ്ഞ പുതിയൊരു കമ്പനിയായിരുന്നു. ആ കമ്പനി സത്യത്തിൽ അത് വേറെ രൂപത്തിൽ മൊബൈൽ കമ്പനിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഉടമസ്ഥയില്ലെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ഉടമസ്ഥയുള്ള കമ്പനി അന്നത്തെക്കാളുമൊക്കെ എത്രയോ ഇരട്ടി വരുമാനം നേടി വലിയ അനേകം ഏരിയകളിൽ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകും. രാജീവ് സാറാണെങ്കിൽ അതിനിടയ്ക്ക് രാഷ്ട്രീയത്തിൽ കടന്നു, MP ആയി, അദ്ദേഹം കേന്ദ്രമന്ത്രിയായി. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളൊക്കെ സ്ഫുടമാണ്, സ്പഷ്ടമാണ്, വികസനോന്മുഖമാണ്. സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതിൽ ഇന്ത്യ ഒരു പുതിയ വഴിയിലേക്ക് നയിക്കാൻ മോഡി സർക്കാരിൽ ഏറ്റവും കൂടുതൽ ശ്രമിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അദ്ദേഹത്തിന് അറിയാം. ഇങ്ങനത്തെയുള്ള 2 സ്റ്റാൾവാർട്ടുകൾ, നദികായന്മാർ, ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഈ സാബു ജേക്കബും രാജീവ് ചന്ദ്രശേഖറും. ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നതിൽ എനിക്കൊരു അത്ഭുതമില്ല. അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ വികസനത്തിൻ്റെയും വളർച്ചയുടെയും ഭാഷ അവർക്ക് നന്നായിട്ടറിയാം. അതെങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്പെടണം എന്നുള്ളത് അറിയാം. രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയം എങ്ങനെയാണ് ജനങ്ങൾക്ക് ഉപകാരമായിട്ട് ഉപയോഗിക്കേണ്ടതെന്നും ജനങ്ങൾക്കുടെ സാമ്പത്തിക വളർച്ച എങ്ങനെ, രാജ്യത്തിൻ്റെ വളർച്ച എങ്ങനെ ബിസിനസ്സിൽ കൂടെ ഉപയോഗിക്കാം, ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരാണ് രണ്ടുപേരും. 2020 NDAയിലേക്ക് വരുമ്പോൾ ശരിക്കും ആർക്കാണ് ഗുണം? അത് BJPക്ക് ഗുണം ചെയ്യുമോ, അതോ NDAക്ക് മൊത്തത്തിൽ ഗുണമാകുമോ, അതോ 2020ക്ക് ഗുണമാകുമോ? കാരണം ഇത് ചോദിക്കാൻ ഒരു കാരണമുള്ളത്, ഇവരിൽ ഒരുപാട് വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ 2020യിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്. 2020യുടെ ശക്തി കേന്ദ്രം പ്രധാനമായിട്ട് എറണാകുളം ജില്ലയാണ്. ഈ എറണാകുളം ജില്ലയിലെ അവരുടെ ശക്തി കേന്ദ്രങ്ങളിലെ BJP വോട്ട് പരിശോധിച്ചാൽ BJP അവിടെ കുറച്ച് ദുർബലമാണ്. ഒന്ന് പെരുമ്പാവൂർ BJPക്ക് 25,000 വോട്ട് തികച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 20,000 താഴെയല്ലേ എന്ന് സംശയമുണ്ട്. തൊട്ടടുത്ത് മൂവാറ്റുപുഴ BJPക്ക് ഏതാണ്ട് 10,000 വോട്ടാണ് ഉള്ളത്. അതിനടുത്ത് പിറവം, അവിടെ 10,000 താഴെയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നോക്കുമ്പം അത്യാവശ്യം 2020ക്ക് വേരോട്ടോട്ടാക്കാൻ പറ്റിയ മേഖലകൾ എന്ന് പറയുന്നത്, പിന്നെ കോതമംഗലമുണ്ട്. ഇവിടെ ഒന്നും തന്നെ BJP വലിയ അങ്ങേറ്റത്തെ വലിയ പവറില്ല. ഒരു 10,000, 15,000, 20,000 ഇങ്ങനെയൊക്കെ വോട്ടുകൾ. പക്ഷേ ഇങ്ങനെയുള്ള പല സ്ഥലത്തും 2020ക്ക് കുറച്ചുകൂടെ BJPക്കൾ ഉയർന്ന തരത്തിൽ വോട്ട് പിടിക്കാനുള്ള ഒരു ബേസ് ആയിട്ടുണ്ട്. കിഴക്കമ്പലത്ത് അവർ ശക്തി തന്നെയാണ്. BJPയും 2020 ഒരുമിച്ച് നിന്നാൽ ഇനി ഓരോരുത്തരുടെയും പ്രയോജനം നമുക്ക് നോക്കാം. BJPക്ക് ഒറ്റയ്ക്ക് ഈ പ്രദേശങ്ങളിൽ ബ്രേക്ക് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പോഴും ആ വളർച്ച എങ്ങെത്തിയിട്ടില്ല. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ചെങ്ങന്നൂർ എന്ന മണ്ഡലത്തിൽ BJPക്ക് ഒരുപക്ഷെ ഒരു NDA ആയിട്ട് നിൽക്കാതെ തന്നെ ജയിക്കാൻ പറ്റിയേക്കും. അല്ലെങ്കിൽ വേണ്ട BDSൻ്റെ കൂടെ വോട്ട് അവിടെ, അത് ഈഴവ സമുദായത്തിൻ്റെ വോട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതും കൂടെ മതിയാവും. ഒരു 2020 അവിടെ വേണോ എന്ന് ചോദിച്ചാൽ നിർബന്ധം ഉണ്ടാവില്ല. അവർക്കവിടെ ഒരുപക്ഷെ വേരോട്ടം ഉണ്ടാവില്ല. തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിൽ, തിരുവനന്തപുരത്ത് നേമമുണ്ട്, കഴക്കൂട്ടമുണ്ട്, വട്ടിയൂർക്കാവുണ്ട്, തിരുവനന്തപുരം സെൻട്രലുണ്ട്, ദെൻ കാട്ടാക്കടയും നമ്മൾ പരിഗണിക്കേണ്ട നല്ലൊരു BJPക്ക് ശക്തിയുള്ളൊരു മണ്ഡലമാണ്. ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ BJPക്ക് സ്വന്തം നിലയ്ക്ക് ഇത് പലയിടത്തും ജയിച്ച് കയറാം. അതിൽ തിരുവനന്തപുരം സെൻട്രലാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. എങ്കിലും ഓക്കെ, അവിടെ BJPക്ക് നന്നായിട്ട് ശ്രമിച്ച് ഇപ്പം കരമനജയനെ പോലുള്ള ഉയർന്ന നേതാക്കന്മാരൊക്കെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈസി ആയിട്ട് കയറി പോരും. ഇല്ലയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ മധ്യകേരളത്തിൽ പലയിടത്ത് സ്ഥിതി അതല്ല. BJPക്ക് വേരോട്ടമുള്ള സ്ഥലങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം മധ്യകേരളത്തിൽ ഇതിൽ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ BJPക്ക് ഏറ്റവും പവറുള്ളത് തൃപ്പൂണിത്തുറയായിരിക്കും. തവണ മുനിസിപ്പാലിറ്റി പിടിച്ചു. എന്നാൽ അത് നിയമസഭാ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ മരട്, അതുപോലെ ഉദയംപേരൂർ തുടങ്ങിയിട്ടുള്ള പഞ്ചായത്തുകളിൽ ഒന്നും കൂടി പ്രവർത്തനം മെച്ചപ്പെടുത്തിയാലായിരിക്കും ഒരുപക്ഷെ BJPക്ക് അവിടെ നിയമസഭ പിടിക്കാൻ പറ്റുക. എന്നാൽ 2020 പോലെ പാർട്ടി വന്നപ്പോഴും അതിനുള്ള സാധ്യത വർദ്ധിച്ചു. കാരണം 2020 നമ്മൾ എടുക്കുകയാണെങ്കിൽ മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ക്രിസ്തീയ സമുദായക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതിൽ തന്നെയും എനിക്ക് തോന്നുന്നത് യാക്കോബായ സഭക്കാർ എന്ന് പറയുന്നവർക്കാണ് അതിനകത്തൊരു കുറച്ചുകൂടെ പ്രാതിനിധ്യമുള്ളത്. ഇവരുടെ വോട്ടുകൾ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഒരുപക്ഷെ 2020ക്ക് NDA സഹായിക്കാൻ പറ്റും. NDA എന്നുള്ള നിലയ്ക്ക് BJPക്ക്. ഇപ്പോൾ തൃപ്പൂണിത്തുറ BJPക്ക് ഒരു പുതിയൊരു അധ്യായം തുറക്കാൻ, മുനിസിപ്പാലിറ്റിയിലെ വിജയം നാളെ നിയമസഭാ വിജയം ആവണമെങ്കിൽ 2020യുടെ ഒരു അലയൻസ് സഹായിക്കാനാണ് സാധ്യത. ഇനി പെരുമ്പാവൂർ സീറ്റ് NDAക്ക് പിടിക്കണമെങ്കിലും അത് 2020 തന്നെ അവർ ഒരു ഉയർന്ന നേതാവിനെ നിർത്തിയാൽ മതി, വേണമെങ്കിൽ പിടിക്കാൻ പറ്റും. BJP വോട്ടും 2020ക്ക് കയ്യിലുള്ള വോട്ടും കൂടെ ചേർന്നാൽ. അതുപോലെ തന്നെ കിഴക്കമ്പലത്ത് മുമ്പ് അവർക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇത്തവണ BJPയുടെ വോട്ടും കൊണ്ടെങ്കിൽ, ഈ മാറിയ കാലാവസ്ഥയും കൊണ്ടെങ്കിൽ അത് ജയം കുറച്ചുകൂടെ സാധ്യമാണ്.
ഇതാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പം ഞാൻ നോക്കിയിട്ട് എറണാകുളം ജില്ലയിൽ വേണ്ടി വന്ന 3 സീറ്റ് NDA എന്നുള്ള നിലയ്ക്ക് അവർക്ക് സമാഹരിക്കാൻ പറ്റും. 3 സീറ്റ് വിജയിക്കാൻ തന്നെ പറ്റും. ഇതുപോലെ തൃശ്ശൂർ ജില്ലയിലും പലയിടത്തും 2020 അത്യാവശ്യം നല്ല വേരോട്ടമുണ്ട്. ചാലക്കുടി ലോക്സഭാ മണ്ഡലം നോക്കൂ. ചാലക്കുടിയിൽ തൃശ്ശൂരത്തെ കുറച്ച് നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ മണ്ഡലങ്ങളും ഉണ്ട്. ഈ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ BJPക്ക് 1.25 ലക്ഷം വോട്ട്. 2020 കഴിഞ്ഞ ഇലക്ഷനിൽ 1 ലക്ഷത്തിന് മുകളിൽ വോട്ട് പിടിച്ചു. ഇത് രണ്ടും കൂടെ ചേർന്നാൽ 3 ലക്ഷത്തിനടുത്ത് വോട്ടായി. ഓൾമോസ്റ്റ് 3 ലക്ഷം കവർ ചെയ്യുന്നതായിരിക്കും ഇത് മാത്രം. ഇതൊരു ചെറിയ സംഖ്യയല്ല. അപ്പോൾ BJPക്ക് അത് ഗുണകരമാണ്, 2020ക്ക് ഗുണകരമാണ്. കാരണം ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് നിന്നിട്ട് ജയിക്കാൻ പറ്റാതിരുന്ന പല മണ്ഡലവും ഇവർക്ക് ജയിക്കാൻ പറ്റും. ഓൾ ടുഗദർ അത് NDA ആണ് ഇവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ. അപ്പം ഇവരിൽ ആര് ജയിച്ചാലും അത് NDAക്കാണ് ഗുണം കിട്ടണം. അപ്പം മുമ്പ് ജയിക്കാൻ പറ്റാതിരുന്ന മണ്ഡലങ്ങൾ ജയിക്കുകയും BJPക്ക് കേരളത്തിൽ 2 അക്കം കടക്കാൻ 10 സീറ്റിന് മുകളിൽ 2 അക്കം കടക്കാൻ സഹായിക്കുന്ന BJP എന്നുള്ള ടേക്ക് ഇറ്റ് NDA എന്നുള്ള നിലയ്ക്ക് അതിനെ സഹായിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുവാണ്. BJPക്ക് സ്വന്തം നിലയ്ക്ക് ജയിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് മിനിമം 3 മണ്ഡലങ്ങൾ, ശ്രമിച്ചാൽ 5. മധ്യകേരളത്തിലേക്ക് വരുമ്പോൾ ചെങ്ങന്നൂർ, പിന്നെ കായംകുളം. അവിടെ എനിക്ക് തോന്നുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെ നിന്നാലും മിക്കവാറും ജയിക്കും എന്ന് തന്നെയാണ്. പാലാ മണ്ഡലം വളരെ പ്രോമിസിംഗ് ആണ്. പൂഞ്ഞാർ മണ്ഡലം പ്രോമിസിംഗ് ആണ്. അവിടെയും അപ്രോപ്രിയേറ്റ് ലീഡേഴ്സ് നിന്നാൽ ജയിക്കാം. ഇങ്ങനത്തെ കുറേ മണ്ഡലങ്ങൾ, പിന്നെ ചെറുതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അറ്റ്ലീസ്റ്റ് ഒരു മണ്ഡലവും കൂടെ അവിടെ വേണമെങ്കിൽ എടുക്കാം. ഇത് പിന്നെ നമ്മൾ എറണാകുളം ജില്ലയിൽ വരുമ്പം ഈ പറഞ്ഞ തൃപ്പൂണിത്തുറ NDA എന്നുള്ളതിലേക്ക് 2020യുടെ കാൻഡിഡേറ്റ് മത്സരിച്ചാൽ വേണമെങ്കിൽ പെരുമ്പാവൂർ, ദെൻ കിഴക്കമ്പലം 2020 തന്നെ വിത്ത് അലയൻസ്, ഇത്രയും ജയിക്കുകയും തൃശ്ശൂർ മണ്ഡലത്തിൽ പല ഇടത്തും ഉറപ്പാണ്, തൃശ്ശൂർ മണ്ഡലമല്ല തൃശ്ശൂരത്തെ പല നിയമസഭാ മണ്ഡലങ്ങളിലും ഒരുപക്ഷെ 2ാം സ്ഥാനത്ത് വരും. മുമ്പ് ലോക്സഭാ ഇലക്ഷൻ സ്ഥാനത്ത് അവിടെ 6 മണ്ഡലത്തിൽ നിയമസഭാ മണ്ഡലത്തിൽ BJP 1ാം സ്ഥാനത്തായിരുന്നു. ആ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്താൽ BJPക്ക് ഒരുപക്ഷെ ചില പുതിയ ബ്രേക്കിംഗ് കൂടെ നടക്കും. എങ്കിൽ പോലും 10 സീറ്റ് NDA എന്നുള്ള നിലയ്ക്ക് ജയിക്കാൻ, 12 വരെ ജയിക്കാൻ സാധ്യതയുണ്ട്. എന്ന് വളരെ എക്സാറേറ്റ് പറയണമെന്നുമല്ല. ചില ആൾക്കാർ പറയും 30 സീറ്റ് 40 സീറ്റ്. നോ, അങ്ങനെ ഞാൻ പറയുന്നതല്ല, ഒരു യാഥാർത്ഥ്യബോധത്തിൽ ഞാൻ പറയുന്നത്. പക്ഷേ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, BJP 5 സീറ്റിനോ 8 സീറ്റിനോ മുകളിൽ പിടിച്ചാൽ പോലും ചിലപ്പോൾ കേരളത്തിൽ തൂക്കുമന്ത്രിസഭയായി പോകും. അതെ. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇവിടെ നമ്മൾ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കണ്ടു, ജില്ലാ പഞ്ചായത്തുകൾ 7-7 ഇവർക്ക് കിട്ടിയേക്കുന്നത്. എന്നാൽ അതിനകത്തെ ഡിവിഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ മുൻതൂക്കം UDFനായിരുന്നു. 80 സീറ്റ് വരെ UDFന് കിട്ടാം എന്ന് പ്രവചനങ്ങൾ വന്നു. ആയിക്കോട്ടെ. പക്ഷേ 2020 BJP ആയിട്ട് ചേർന്ന് NDA വരുമ്പോൾ എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ UDFന് കിട്ടാവുന്ന ഒരു 15ഓളം സീറ്റുകളിൽ UDFൻ്റെ വിജയസാധ്യത ബാധിക്കും. അതിൻ്റെ അർത്ഥം ഇതാണ്, അവർ ജയിക്കാമായിരുന്നൊരു 15 സീറ്റിൽ അവർ തോൽക്കും. ഈ കേരളത്തിൽ UDFന് ഏറ്റവും പ്രോമിസിംഗ് ആയിട്ട് ഉള്ള ജില്ലകൾ 2 ഉള്ളൂ, ഗ്യാരണ്ടി ഉള്ളൂ. ഒന്ന് മലപ്പുറം ജില്ലയാണ്, മറ്റേത് എറണാകുളം ജില്ലയാണ്. ഈ 2 ജില്ലകളാണ് ഉറപ്പായിട്ട് എന്ത് വന്നാലും എന്നും UDFന് വിജയം പറയാനുള്ളത്. ഗ്രാമപഞ്ചായത്ത് ഇലക്ഷനൊക്കെ വളരെ നെഗറ്റീവ് റിസൾട്ട് UDFന് വന്നാലും ഈ 2 ജില്ലയും മുന്നിൽ നിൽക്കും. അതിൽ എറണാകുളം ജില്ല കൈവിട്ടു പോകുന്ന അർത്ഥം. അത് കോൺഗ്രസ്സിന് തന്നെ ബലമുള്ള സ്ഥലമായിരുന്നു, മറ്റേത് ലീഗിൻ്റെയാണ് മലപ്പുറം ജില്ല. പക്ഷേ ആ എറണാകുളം ജില്ലയിൽ വ്യക്തമായ പരാജയമാണ് UDFന് വരാൻ പോകുന്നത്. കാരണം ഈ അലയൻസ് UDFനെയാണ് ബാധിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലും ഇത് തന്നെ സംഭവിക്കും. എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ UDF ജയിക്കേണ്ടിയിരുന്ന ഒരു 15 സീറ്റ് കിട്ടിയില്ലെങ്കിൽ UDF അധികാരത്തിൽ വരുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതാണ് ഈ അലയൻസിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയമായിട്ടുള്ള ഇമ്പാക്റ്റ് എന്ന് പറയുമ്പം അതിന് ആഘാതമൊന്നും കൂടെ അർത്ഥമുണ്ട്. ആ ആഘാതം UDFനായിരിക്കും. അപ്പോൾ അതിൻ്റെ ഗുണം LDFനല്ലേ എന്നൊരു ചോദ്യം ചോദിക്കപ്പെടാം. യെസ്, അവിടെ LDFന് ഗുണം കിട്ടും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് LDFന് വേണമെങ്കിൽ അധികാരത്തിൽ വരാൻ ഒരു സാധ്യതയാണ്. ഒന്നുകിൽ അവിടെ UDFൻ്റെ തള്ളിക്കൊണ്ട് LDF ചിലപ്പോൾ അധികാരത്തിൽ വരികയോ അല്ലെങ്കിൽ ഒരു തൂക്കുമന്ത്രിസഭയോ വരാനുള്ള സാധ്യതയാണ് മുന്നിൽ നിൽക്കുന്നത്. രണ്ടായാലും NDAക്ക് BJPക്ക് ഇത് ഗുണകരമാണ്. അതിലേക്കാണ്, അങ്ങനത്തെ ഒരു ഫിനിഷിലേക്കാണ് കേരള രാഷ്ട്രീയം വരുന്ന അസംബ്ലി ഇലക്ഷനിൽ പോകുന്നതെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്, ഇന്നത്തെ ദിവസം വരെയുള്ള വെച്ച്. ഇനി നാളെ പുതിയ ഇപ്പം ശബരിമല വിഷയത്തിൽ പുതിയ വെളിപ്പെടുത്തലുണ്ടാവുമോ, പുതിയ വഴിത്തിരിവുണ്ടാവുമോ, പുതിയ വിവാദങ്ങളുണ്ടാവുമോ നമുക്കറിയില്ല. എന്തായാലും ഇത്തവണത്തെ ഇലക്ഷനിൽ ശബരിമലയാണ്, അയ്യപ്പനാണ് മെയിൻ ഗെയിം പ്ലെയർ. അത് വെച്ചിട്ട് ആർക്കെങ്ങനെയൊക്കെ ബാധിക്കും എന്നിപ്പോൾ പറയാൻ പറ്റില്ല. നിലവിലത് ഇടതുമുന്നണിക്ക് എതിരാണ് ജനവികാരം. ഇടതുമുന്നണിയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും അതൊന്ന് റിവേഴ്സ് ചെയ്യാനുള്ള എല്ലാ വിധത്തിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് പരീക്ഷിക്കുന്നുണ്ട്.
അതിലിപ്പോൾ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ വീട് കയറി പാത്രം കഴുകലൊക്കെ. അത് നമ്മൾ കോമഡി ആയിട്ട് എടുക്കുമെങ്കിലും അവർ പല വീട്ടിൽ ചെന്ന് അടുക്കളയിൽ ചെന്ന് പാത്രം കഴിയുമെങ്കിൽ എപ്പോൾ വേണേലും ആ വീട്ടിൽ കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം പാർട്ടി പ്രവർത്തകർ ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് അതിൻ്റെ മീനിങ്. അപ്പം അത് വെച്ചിട്ട് അവർക്ക് വോട്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നാളെ കുറച്ച് എളുപ്പമുണ്ടാകും. അത് ഒരു വിസിറ്റിംഗ് കാർഡ് അവർ ഇട്ട് വെച്ചേക്കാണ്. അത് രാഷ്ട്രീയ തന്ത്രം എന്നുള്ള എനിക്ക് നല്ലതാണ്. എങ്കിൽ പോലും മറുവശത്ത് UDFൻ്റെ തന്ത്രജ്ഞൻ കനകോലുവാണ്, സുനിൽ കനകോലു. അയാൾ അത്ര മോശമൊന്നുമല്ല. അയാളുടെ കയ്യിൽ ഒളിയമ്പുകൾ ചിലതില്ലേ എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ അയ്യപ്പൻ തന്നെ കാത്തു വെച്ചേക്കണ അമ്പുകൾ വേറെ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ LDFന് പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരും. എങ്കിൽ പോലും നിലവിൽ ഉള്ള രാഷ്ട്രീയ കാലാവസ്ഥ 2020 വന്നതുകൊണ്ട് UDFന് പ്രശ്നമാണ്. ഇപ്പം ശശി തരൂരിന് ചെറിയൊരു ഇച്ഛാഭംഗം വരെ ഉണ്ടാവും. കാരണം അദ്ദേഹം ഇതുവരെ വെളിയിറങ്ങിയിട്ടില്ല. അദ്ദേഹം പുറത്തിറങ്ങും, മാറിപ്പോവും എന്നൊരു പ്രതീക്ഷ പലർക്കുണ്ടായിരുന്നു. ശശി തരൂരിന് ഒരു പ്രതീക്ഷയുണ്ട് എങ്ങാനും കേരള മുഖ്യമന്ത്രി ആവാൻ പറ്റുമെന്ന്. പക്ഷേ UDFൽ അങ്ങനെ പലരുടെയും മോഹങ്ങൾക്ക് ഇപ്പോൾ തടയിടുകയാണ് ഈ NDAയിലേക്കുള്ള 2020യുടെ പ്രവേശം. അപ്പോൾ മുന്നോട്ടുള്ള രാഷ്ട്രീയ വിഗതികൾ വരുന്നത് വരട്ടെ. പക്ഷെ നിലവിൽ നോക്കുകയാണെങ്കിൽ UDFനെതിരാണ്. BJPക്ക് NDAക്ക് ഗുണകരമാണ്.